പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ദൈവനാമത്തിന് ഞാൻ മഹത്വം കരേറ്റുന്നു. എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരാധനയ്ക്കും വചന ശ്രവണത്തിനുമായി ദൈവം ഒരുക്കിയ ഈ പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ അതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സസ്നേഹം വന്ദനം ചെയ്യുന്നു. ആന്റി പല പ്രാവശ്യം വിളിച്ചപ്പോഴും എന്റെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ലാസ്റ്റിൽ വിളിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്ന് പറ, സാഹചര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ പോലും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. എന്താ സാഹചര്യങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മോന എനിക്കുള്ളത്. 15 വയസ്സുണ്ട്. അപ്പൊ രാവിലെ സമയം ഉണർന്നു വരുമ്പോ ഒരമ്മയുടെ സാന്നിധ്യം ഭയങ്കര ആവശ്യമാണ്. എന്നും ഉണരുന്നത് 8:30 ആവുമെങ്കിൽ ഇന്ന് 5:30 ഉണർന്നു. ഇപ്പോഴതുകൊണ്ട് 3 മണിക്കൂർ കഴിഞ്ഞതോടെ ഇത് ഭയങ്കര ക്ഷമയെല്ലാം നശിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം നമ്മെ ഏൽപ്പിച്ച നിയോഗങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഒഴിവുകഴിവുകളില്ല. സാഹചര്യങ്ങളുടെ ഒഴിവുകഴിവുകൾ പറയുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. ഒരു സമയത്ത് ഞാൻ വചനം പറയുന്നത് കുറച്ച് മാസങ്ങൾ നിർത്തിവെച്ചു. എന്റെ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടും ഉണ്ടാകാം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാൻ ആളില്ലാതെ വരും ആ വചനം പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഓർത്തു, വേണ്ട, അതൊരു ബുദ്ധിമുട്ടായാൽ അവൻ എന്തെങ്കിലും അനർത്ഥം ചെയ്തു പോയാലേ, അവന് ഒന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞ്, 1 വയസ്സിലുള്ള കുഞ്ഞിന്റെ പോലും ബുദ്ധി അവനില്ല, അതുപോലെ തന്നെ നടക്കത്തില്ല, സംസാരിക്കത്തില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, യഹോവയുടെ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറരുത്, നിയോഗങ്ങളിൽ നിന്ന് പിന്മാറരുത്. യഹോവയുടെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ പ്രതിസന്ധിയായിട്ട് പലപ്പോഴും കൊണ്ടുവരുന്നത് നമ്മുടെ നിയോഗങ്ങളിൽ നമ്മൾ തുടരാതിരിക്കാനാ. അത്തരം യുദ്ധങ്ങളിൽ നാം പരാജയപ്പെടരുത്. നാം നിയോഗങ്ങളിൽ മുന്നോട്ട് പോകണം. ഇനി എന്താണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, അഭിഷേകം എന്ന വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞാനിത് പറയുന്നത്. ഞാനത് അങ്ങനെ പറയാൻ കാര്യം എണ്ണം പറയാനല്ല, ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യം അതാണെന്ന് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുന്നത്. നമുക്ക് നിരവധി പ്രശ്നങ്ങൾ കാണും. ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, അതുപോലെ നിരവധി പ്രതിസന്ധികൾ നമുക്ക് കാണും. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മെ മനസ്സിനെയും വേദനിപ്പിക്കുന്ന. പക്ഷേ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും മറ്റുള്ളവരുടെ പ്രതിസന്ധികളിൽ ഒരു പ്രശ്ന പരിഹാരകനാകാനും നമുക്ക് കഴിയണമെങ്കിൽ അഭിഷേകം കൊണ്ടേ നമുക്ക് കഴിയത്തുള്ളൂ. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഈ സന്ദേശം പറയണമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, സൂം പ്ലാറ്റ്ഫോം സാധാരണ പ്ലാറ്റ്ഫോം പോലെയല്ലല്ലോ. കാരണം അവിടെ പാർട്ടിസിപ്പൻസ് റിപ്പീറ്റ് ആയി വരാം അല്ലെ, ഒരു സൂമിൽ കയറുന്നവർ മറ്റൊരു സൂമിൽ വരാം. അപ്പൊ ഞാൻ ദൈവാത്മാവിനോട് ചോദിച്ചു, ഇത് ആവർത്തിക്കപ്പെടുന്നവർക്ക് ആ സമയം ബുദ്ധിമുട്ടാകുമല്ലോ. ദൈവം പുതിയ ചിന്തകളും എനിക്ക് ആ വിഷയം ധ്യാനിക്കുമ്പോൾ തരുന്നുണ്ട്. അതുകൊണ്ട് സുന്ദാന്റിയൊക്കെ ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടതായിരിക്കാം. പക്ഷെ വിഷമിക്കേണ്ട, ദൈവാത്മാവിന് പുതിയതായി നമ്മളോട് സംസാരിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു റിവൈവലിന് വേണ്ടിയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ തുറന്നിട്ട് ദൈവജനത്തെ പല രാജ്യങ്ങളിൽ നിന്ന് കയറ്റുന്നതും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരിൽ കൂടി ദൈവശബ്ദം അവരോട് സംസാരിക്കുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ആ ഒരു റിവൈവലിന്റെ ഭാഗമാകാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആളുകളായി ചെയ്യുന്നുമുണ്ടെങ്കിൽ ഇനി നമ്മളിൽ വെളിപ്പെടേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരത്തിനപ്പുറം നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കാരണമാകുന്ന അഭിഷേകമാണ്. ബാക്കിയെല്ലാം വഴിയെ നടന്നോളൂ. അത് നമ്മുടെ മേൽ വീണാൽ ആ പുതപ്പ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മുടെ മേൽ എപ്പോ വീഴുന്നോ അപ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ചില പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവയെ തരണം ചെയ്യാനുള്ള ബലം നമ്മളുടെ മേൽ വീഴും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അഭിഷേകം എന്ന പദം ഞാൻ പറഞ്ഞപ്പോഴേ പഴയ പുതിയ നിയമങ്ങളിൽ അതിന് പല രൂപം അല്ലെങ്കിൽ ഭാവങ്ങളാണുള്ളത്. പഴയ നിയമത്തിൽ നമുക്കറിയാം പുരോഹിതന്റെ അഭിഷേകം, പ്രവാചകന്റെ അഭിഷേകം, രാജാവിന്റെ അഭിഷേകം, 3 രീതിയിലുള്ള അഭിഷേകങ്ങളാണ് നാം കാണുന്നത്. അപ്പം രാജാവിനെ അഭിഷേകം ചെയ്തു, പുരോഹിതനെ അഭിഷേകം ചെയ്തു എന്നൊക്കെ വായിക്കുന്ന ഭാഗങ്ങളുണ്ട്. മോശ അഹരോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്തു എന്ന് വായിക്കുക. അപ്പൊ അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അഭിഷേകം ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദൗത്യത്തിനായി, പുരോഹിത ദൗത്യത്തിനായി. ഇപ്പൊ ഞാൻ പറഞ്ഞ മോശയുടെ കാര്യം, അഹരോനെയും പുത്രന്മാരെയുമാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ. ഇനി ശൗലിനെ ഇസ്രയേലിന്റെ പ്രഥമ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇതുപോലെ തന്നെ അഭിഷേകം ചെയ്യുകയാണ് രാജദൗത്യത്തിനായി. ഇനി എന്തുകൊണ്ടാണ് അവിടെയൊക്കെ അഭിഷേകം ചെയ്തതെന്ന് വെച്ചാല്, അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ച വിധിപ്രകാരം, തൈലക്കാരന്റെ വിധിപ്രകാരം ഉണ്ടാക്കിയ ഒരു അഭിഷേക തൈലമുണ്ട്. ആ തൈലം ഉപയോഗിച്ചാണ് അഭിഷേകം ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ദൈവനിയോഗ പ്രകാരം അഭിഷേക തൈലം ഉപയോഗിച്ച് മനുഷ്യനെ പ്രത്യേക ദൗത്യങ്ങൾക്കായി
വേർതിരിച്ചിരുന്നതിനെയാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം അതിന് മറ്റൊരു തലമാണ്. പുതിയ നിയമത്തിൽ മനുഷ്യരല്ല അഭിഷേകം ചെയ്യുന്നത്, ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. നാം അഭിഷേകം എന്ന പദം വളരെ വിരളമായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. അതിൽ ഏറ്റവും ആദ്യം കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4:18 കർത്താവ് എന്നെ അഭിഷേകം ചെയ്തുവെന്ന് ഉള്ള ഒരു പ്രവചന ശബ്ദത്തിന്റെ ശകലം നമുക്ക് അവിടെ കാണാം. യേശുവിനെ പറ്റിയുള്ള അവിടെ കർത്താവ് യേശുവിനെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക. അപ്പോ ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനത്തിന്റെ 1-ാം അധ്യായം അവസാന ഭാഗത്ത് എങ്ങനെയാ എഴുതിയിരിക്കുന്ന? ദൈവം നമ്മെ അഭിഷേകം ചെയ്തുവല്ലോ. അപ്പം പഴയ നിയമത്തിൽ മനുഷ്യനാണ് മനുഷ്യനെ അഭിഷേകം ചെയ്തിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവമാണ് മനുഷ്യനെ അഭിഷേകം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി. അതിനെക്കുറിച്ച് നാം വിശദമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് പുതിയ നിയമാഭിഷേകം? പഴയ നിയമാഭിഷേകത്തെ പോലെ തൈലം കൊണ്ടല്ല. അതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് 10:38 അപ്പോസ്തല പ്രവർത്തനങ്ങൾ. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട, ഞാൻ ആ പദം മാത്രം പറഞ്ഞു വിടാം. അവിടെ യേശുവിനെ അഭിഷേകം ചെയ്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിരിക്കുക, പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവശക്തി കൊണ്ടും അഭിഷേകം ചെയ്യുന്നു. അപ്പൊ പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ദൈവമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവശക്തി കൊണ്ടുമാണ് അഭിഷേകം ചെയ്യുന്നത്. ആന്റി എന്നെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ 2 പദങ്ങളും അതിൽ വന്നു. എന്നെ വളരെ ബലപ്പെടുത്തി. ആന്റി ഇങ്ങനെ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്നെ അത് വല്ലാതെ ടച്ച് ചെയ്തു. അടുത്തത് ആന്റി പറഞ്ഞത് അഭിഷേകം നുഖങ്ങളെ തകർക്കും. അപ്പൊ എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചില വാക്കുകളിൽ കൂടി എനിക്ക് ഒരു പ്രാവശ്യം കൂടി കൺഫേം ചെയ്യുകയായിരുന്നു, ഈ സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു എന്നാ പറയുന്നത്. ഇനി നമ്മൾ ലൂക്കോസ് 4 വരാം. നമുക്ക് അവിടെ നിന്ന് അല്പകാര്യങ്ങൾ ചിന്തിച്ചിട്ട് പിന്നെ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് പോകാം. ലൂക്കോസ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4:14 വാക്യത്തില് ഇങ്ങനെ പറയുന്നത്. 4 ആരംഭിക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം ക്രിസ്തുവിന്റെ മേലുള്ള അഭിഷേകത്തെ കുറിച്ച് ഒന്ന് വിശദമായി ചിന്തിച്ചിട്ട് നമ്മുടെ മേൽ വെളിപ്പെടാനുള്ള അഭിഷേകം എന്താണെന്നൊന്ന് ചിന്തിച്ചിട്ട് അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ടത് എന്തായിരുന്നു, ശിഷ്യന്മാരുടെ മേൽ വെളിപ്പെട്ടത് എന്തായിരുന്നു എന്നുകൂടി ചിന്തിക്കും. അപ്പൊ നമുക്ക് അതിന്റെ അനിവാര്യത മനസ്സിലാകും. ഇനി യേശുവിന്റെ സ്നാനത്തിന് ശേഷം യോർദാൻ വിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മടങ്ങി എന്ന് പറയുകയാണ്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം, ആ 14 വാക്യങ്ങൾക്കിടയിൽ മരുഭൂമിയിലായിരുന്നുവെന്ന്. ആ മരുഭൂ കാലം കഴിഞ്ഞ് പിശാചിന്റെ പരീക്ഷകളിൽ നിന്ന് ജയിച്ച് ശക്തിയോടെ, ആത്മാവിന്റെ ശക്തിയോടെ താൻ പുറത്തേക്ക് വന്നു എന്ന് പറയുക. 2 പദങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും വിവരണം നമുക്ക് കാണാം. എന്നിട്ടാണ് 18-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഒരു പ്രവചന നിവർത്തി എഴുതി വെക്കുകയാ. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം നിവർത്തിയായത് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് 2 കാര്യം പറഞ്ഞു. ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 തരം അഭിഷേകമായിരുന്നു എന്നും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകമായിരുന്നു. അപ്പൊ അഭിഷേകം എന്നതിന്റെ ഒരു നിർവചനം കൂടി പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും കാര്യങ്ങൾ. പഴയ നിയമം വെച്ച് നാം അഭിഷേകത്തിന്റെ നിർവചനം പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം നിയോഗിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടി, അവരെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി അവരുടെ മേൽ ഇടുന്ന ഒരു മുദ്ര, ഒരു അഭിഷേകത്തിന്റെ തൈലത്തിന്റെ മുദ്ര, പ്രത്യേക നിയോഗത്തിനായുള്ള ഒരു സ്പിരിച്വൽ മാർക്കാണ് അഭിഷേകം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസി അഭിഷേകത്തെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. അതെന്നെ ഒത്തിരി ടച്ച് ചെയ്ത് ഈ ഭാഗങ്ങൾ പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ചിന്തിക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. അനോയിന്റിങ് ഈസ് ദ പ്രസൻസ് ആൻഡ് പവർ ഓഫ് ഗോഡ് എന്ന് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയുമാണ് അഭിഷേകം. നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും, അതാണ് യേശുക്രിസ്തുവിൽ നടന്ന അഭിഷേകം എന്നൊന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്, എത്രത്തോളം അത്യുന്നതന്റെ ശക്തിയുണ്ട്, അത്രത്തോളം നമ്മുടെ അഭിഷേകത്തിന്റെ തലം ഉയർന്നതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി യേശു അഭിഷേകം പ്രാപിച്ചത് എവിടെ വെച്ചാണെന്ന് നമുക്കൊന്ന് നോക്കാം.
നമുക്കറിയാം, നമ്മൾ ആ ഭാഗങ്ങളെല്ലാം ധ്യാനിച്ചിട്ടുള്ള നിരവധി തരം മരുഭൂമിയിൽ വെച്ചാണ് അല്ലെ, ജീവിതത്തിന്റെ മരുഭൂമികളിൽ വെച്ചാണ് ദൈവം നമ്മളെയും അഭിഷേകം ചെയ്യുന്നത് കേട്ടോ. മരുഭൂമി എന്ന് പറയുമ്പോ അതിനെ ഞാനൊന്ന് വിശദീകരിച്ചിട്ട് പോകാം, മരുഭൂമി എന്താണെന്ന്. അവിടെ ഈ യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷാ കാലം എഴുതുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്, 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മരുഭൂമിയിൽ അവൻ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. മരുഭൂമി നിർജ്ജന പ്രദേശമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, മരുഭൂമിയിൽ യേശു ആരുടെ കൂടെയായിരുന്നു? കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. അപ്പൊ യേശു കടന്നുപോയ മരുഭൂമിയുടെ ഒരു പ്രത്യേകത, സഹായിപ്പാൻ ആരും മനുഷ്യരായി ഇല്ലാത്തതും ഉപദ്രവിക്കാൻ പലതുമുള്ള അവസ്ഥയായിരുന്നു. സഹായിപ്പാൻ ആരും ഇല്ലാത്തതും ഉപദ്രവിക്കാൻ പലതും അല്ലെങ്കിൽ പലരും ഉള്ള അവസ്ഥ എന്ന് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയും ഒരു പക്ഷെ അതായിരിക്കാം കേട്ടോ. മനുഷ്യരാരും നമ്മെ സഹായിക്കാനില്ല, പക്ഷെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ തരാൻ ചിലപ്പോ വ്യക്തികളോ ദുരാത്മ ശക്തികളെയോ ഒക്കെ നേരിടേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ ദിവസങ്ങൾ മരുഭൂമികളായി നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് യേശു മരുഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിനെ പരീക്ഷിക്കുവാൻ പിശാച് വരുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഭക്ഷണം ഇല്ലാതിരുന്നു, വിശന്നു ഉപവസിച്ച ശേഷം. അപ്പോ ഭക്ഷണം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? മരുഭൂമിയിൽ ദൗർലഭ്യതകളുള്ള ഒരു സ്ഥലമാണ്. ആഗ്രഹിക്കുന്നതൊന്നും അവിടെ ലഭിച്ചെന്ന് വരത്തില്ല അല്ലെ. ഇവിടെ മരുഭൂമിയില് ഭക്ഷണമില്ലെന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണ് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. അതൊന്നും മരുഭൂമിയിൽ അവൈലബിൾ അല്ല. അപ്പം എന്താണോ ജീവിതത്തിന് അനിവാര്യമെന്ന് നമുക്ക് തോന്നുന്നത്, അതിൽ ലഭിക്കാതെ വരുന്ന ദൗർലഭ്യതയുടെ ജീവിതാനുഭവങ്ങളെ മരുഭൂമികളായി നമുക്ക് പറയാം. അത് എപ്പോഴും ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ ആവണമെന്നില്ല. ചിലപ്പോൾ നാം മനസ്സിന്റെ സമാധാനമായിരിക്കും ഏറ്റവും ആഗ്രഹിക്കുന്നത്. ലഭിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അതാണ്. ചിലപ്പോൾ നാം ആരോഗ്യകരമായ ഒരു ശരീരമായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷെ അനാരോഗ്യത്തിൽ കൂടി ദീർഘനാളുകൾ നാം കടന്നു പോകേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ദൗർലഭ്യത ആരോഗ്യമാണ്. അപ്പൊ നമുക്ക് അതാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. സന്തോഷമോ സമാധാനമോ സാമ്പത്തിക നന്മകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനാരോഗ്യത്തിന്റെ അവസ്ഥകളോ, ഇങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന ശൂന്യതകളെ നമുക്ക് മരുഭൂമിയുടെ അവസ്ഥയായിട്ട് കാണാൻ കഴിയും. മൂന്നാമത്, യേശുക്രിസ്തുവിനെ നേരിട്ട 3 പരീക്ഷകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൽ രണ്ടാമത്തെ പരീക്ഷ വായിക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴും നാം പറഞ്ഞു കേൾക്കുന്നതാണ്, ലോകത്തിലെ സകല രാജ്യങ്ങളും സാത്താൻ യേശുവിനെ കാണിച്ചിട്ട് അധികാരം മഹത്വവും ഒക്കെ നിനക്ക് തരാം, എന്നെ ആരാധിക്കണം എന്ന് പറയുക. അപ്പൊ ആരാധനയോടുള്ള വെല്ലുവിളി നാം നേരിടുന്ന സ്ഥലമാണ് മരുഭൂമിയുടെ ഇടം. ചിലർ അതിലാണ് ഭാരപ്പെടുന്നത്. അവർക്ക് എല്ലാം ഓക്കെയാണ്, അവർക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ട്, അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക നന്മകളുണ്ട്, പക്ഷേ ദൈവത്തെ യഥാർത്ഥമായി സത്യത്തിൽ ആരാധിക്കാൻ അറിവിൽ നിന്ന് ആരാധിക്കത്തക്കവണ്ണം ഉള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ, അല്ലെ അതിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന അവസ്ഥയായിരിക്കാം ചിലരുടെ ജീവിതത്തിന്റെ മരുഭൂമികൾ. തൊട്ട് താഴത്തെ 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, നീ ദൈവപുത്രനെങ്കിൽ ദൈവാലയ അഗ്രത്തിന്മേൽ നിന്ന് ചാടാൻ പറയുക സാത്താന്. 1-ാമത്തെ പരീക്ഷയിലും അതുപോലെ തന്നെ പറയുക, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ചോദ്യം ചെയ്യപ്പെടുന്ന ജീവിതാനുഭവങ്ങളാണ്. ദൈവപുത്രനാണെന്ന് ദൈവത്തിന്റെ മനുഷ്യത്വത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ നന്നായി അറിഞ്ഞിരിക്കെ അത് തന്നെ കുറിച്ച് പറയുന്ന സത്യവാക്കാണെന്ന് തനിക്കറിയാമായിരിക്കെ ആ തന്റെ അവസ്ഥയെ ചോദ്യം ചെയ്യുക. പക്ഷെ തനിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പിശാചിന്റെ വാക്കുകൾക്കനുസരിച്ച് അതേ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവൻ പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പോ തനിക്കറിയാം താൻ ആരെന്ന്, പക്ഷെ താൻ ആരെന്ന് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൂടി പോകാറില്ലേ? നമുക്കറിയാം സത്യാവസ്ഥ എന്താണ്, നമുക്കറിയാം ന്യായം എന്താണെന്ന്, പക്ഷെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ അതിനെ ഒന്നും തെളിയിക്കണമെങ്കിൽ തെളിയിക്കാം, പക്ഷെ മിണ്ടാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെ മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അത്തരം ജീവിതാനുഭവങ്ങളും മരുഭൂമിയുടെ അവസ്ഥകൾ തന്നെയാണ്. ഇത്തരം ജീവിത സാഹചര്യങ്ങൾ നാം അനുഭവിക്കുന്ന വേദനയുടെ പരിശോധനയുടെ ദിവസങ്ങളെയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. യേശുവിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് കടന്നു പോയത്. ആ മരുഭൂമിയിലായിരുന്ന സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ട 40 ദിവസങ്ങൾ. ആ 40 ദിവസങ്ങളിൽ എവിടെയോ ആ അവസ്ഥകളെ അതിജീവിക്കുവാൻ വേണ്ടി തന്റെ മേൽ ചൊരിയപ്പെട്ട അഭിഷേകമാണ് യേശുവിന്റെ മേൽ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം.
ഇന്ന് നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിൽ അതിനെ സർവൈവ് ചെയ്യുവാൻ, അതിജീവിക്കുവാൻ വേണ്ടി നമ്മുടെ മേൽ വന്നു വീഴുന്ന അതിജീവനത്തിന്റെ ഒരു അഭിഷേകമുണ്ട്. നമ്മെ അതിനെ തരണം ചെയ്തു പോകുവാൻ നമ്മുടെ മേൽ ദൈവം ഇടുന്ന ആ സർവൈവൽ അനോയിന്റിങ് ആണ് നമ്മുടെ മേൽ വരുന്ന അനോയിന്റിങ്. അത് നമ്മെ നാളെ നിയോഗങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ആ നിയോഗങ്ങൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം അല്ലെങ്കിൽ 2 ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ചിന്തകൾ മുന്നോട്ട് പോകാം. ഒന്ന്, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പറയുകയല്ല. ആ പ്രലോഭനത്തെ ഏറ്റെടുത്തിട്ട് അതിനോട് അതേ രീതിയിൽ പ്രതികരിക്കാതെ ആ പ്രലോഭനത്തെ വചനത്താൽ ജയിക്കുവാനുള്ള ഒരു മനോധൈര്യവും പ്രേരണയും തനിക്ക് ലഭിക്കുകയും താൻ അതിനെ പൂർണ്ണ മനുഷ്യത്വത്തിൽ നിൽക്കുമ്പോൾ ദൈവപുത്രനാണെങ്കിലും അതിനെ അനുസരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ താൻ നിയന്ത്രിക്കപ്പെട്ടിരുന്നതിന് താൻ വിധേയപ്പെട്ട് കൊടുത്തിട്ട് അനുസരിക്കുകയും ചെയ്തത് കൊണ്ട് താൻ കല്ലപ്പമാകാൻ പറഞ്ഞില്ലെന്ന് നമുക്കറിയാം. താൻ അപ്പോൾ തൻ്റെ മേൽ ആ ഒരു പരീക്ഷയെ ജയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളെ അനുസരിച്ച് താൻ അതിജീവിക്കുമ്പോൾ തൻ്റെ മേൽ ആ അതിജീവനത്തിന്റെ അഭിഷേകം വെളിപ്പെട്ടു. ക്രൂസിൽ തന്റെ നിയോഗത്തിന്റെ സമയമായപ്പോൾ തനിക്ക് കുടിക്കുവാൻ ഒരിറ്റു വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ കയ്പുള്ള വെള്ളം അല്ലെങ്കിൽ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് കുടിക്കാതെ സർവൈവ് ചെയ്യാൻ തന്നെ സഹായിച്ചത് മരുഭൂമിയുടെ ദിനങ്ങളിൽ തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ വേളകളിൽ നമ്മളെ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവം ശക്തിപ്പെടുത്തുമ്പോൾ അതിന് നമ്മൾ വഴങ്ങിക്കൊടുത്ത് ദൈവശബ്ദത്തിനനുസരിച്ച് അതിനെ അതിജീവിച്ചാൽ നാളെയുടെ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ള നിയോഗങ്ങളെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 2 ആവർത്തി, ഒന്നാമത്തെ പരീക്ഷയിലും 3-ാമത്തെ പരീക്ഷയിലും നീ ദൈവപുത്രനെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ യേശുവിന്റെ നേരെ വരിക അല്ലെ. ഒരു ഒരു വലിയ വാദത്തിനുള്ള ഒരു വേദി തുറന്നിടുക. പക്ഷെ ആ വെല്ലുവിളിക്ക് നേരെ അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് നേരെ ചെവി കൊടുക്കാതെ അവിടെയും വചനത്താൽ അതിനെ ജയിച്ചത് കൊണ്ട് കാൽവറിയിൽ നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറയുന്ന ശബ്ദങ്ങളെ തനിക്ക് ആ വേദനയുടെ നടുവിലും, ഇവിടെ വേദനയില്ല, മറുഭൂമിയിൽ വേദനയില്ല, എന്ന തീവ്ര വേദനയുടെ നടുവിലും ആ ചോദ്യങ്ങളെ ജയിച്ച് അതിനെ സഹിച്ച് തന്റെ നിയോഗം പൂർത്തീകരിക്കുവാൻ ദൈവപുത്രനെ കഴിഞ്ഞത് തൻ്റെ മേൽ പകരപ്പെട്ട ആ ഒരു അഭിഷേകത്തിന്റെ ശക്തിയിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിന്റെ കാലങ്ങളിൽ നമ്മുടെ മേൽ വീഴുന്ന അഭിഷേകം നമ്മെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സഹായിക്കും. അത് മാത്രമല്ല, ആ അഭിഷേകം നമ്മെ ഇരയിൽ നിന്ന് വിജയി എന്ന അവസ്ഥയിലേക്കാക്കും. മരുഭൂമിയിലേക്ക് യേശു കയറി ചെല്ലുമ്പോൾ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനുള്ള ഒരു ഇരയായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചയച്ചെന്നാ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ അല്ലെ. അപ്പൊ പരിശുദ്ധാത്മാവ് അറിഞ്ഞുകൊണ്ട് തന്നെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവപുത്രനെ മരുഭൂമിയിലേക്ക് നിർബന്ധിച്ചയക്കുമ്പോ തൻ്റെ മേല് ആ അഭിഷേകം വെളിപ്പെട്ടിട്ട് താൻ അതിനെ വിജയിക്കുകയാ ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മരുഭൂമിയിൽ നിന്നും താൻ ഇരയായിട്ടാ താൻ അങ്ങോട്ട് ചെല്ലുന്നതെങ്കിലും താൻ ആ 3നെ വിജയിച്ച് പുറത്തേക്കാ വരുന്നത്. അപ്പൊ എന്താണ് തന്നെ അതിനെ സഹായിച്ചത്? ഇരയിൽ നിന്ന് ആ ഇരയായിരുന്നത് എന്തൊക്കെ അനുഭവങ്ങൾ കാണോ ആ അനുഭവങ്ങളെ ജയിക്കുവാൻ തന്നെ സഹായിച്ചത് അഭിഷേകമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ലേഖകൻ ഇങ്ങനെയാണ് എഴുതിയത്: അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ മരുഭൂമികളെ ഏദൻ തോട്ടമാക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, സീസണിങ് ഏജന്റ് ആണെന്നാ പറഞ്ഞത്. അതായത് മരുഭൂമികളെ ഏദൻ തോട്ടമാക്കുന്ന ചേരുവക, ഏറ്റവും നല്ല ചേരുവയാണ് അഭിഷേകം എന്നാ പറയുന്നത്. അതാണ് യെശയ്യാവ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉയരത്തിൽ നിന്ന് ആത്മാവ് വെളിപ്പെട്ട് കഴിയുമ്പോ മരുഭൂമി ഉദ്യാനമായി മാറുമെന്ന് യെശയ്യാവ് പറയുക. ഉദ്യാനം വനമായി മാറുമെന്ന് പറയുക. എന്നിട്ട് പറയുക, നീതിയും ന്യായവും ഇല്ലാത്തിടത്ത് അതൊക്കെ ലഭിച്ചും തുടങ്ങിയെന്ന് പറയുക. നമ്മുടെ മരുഭൂമികളെ ഉദ്യാനമാക്കുന്ന ഏറ്റവും നല്ല ചേരുവയായ ദൈവത്തിന്റെ ശക്തിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കുമായി നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. നമുക്ക് തോന്നും ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മേൽ അഭിഷേകമുണ്ട്, പക്ഷെ നമ്മുടെ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ യേശുക്രിസ്തുവിന്റെ മേൽ വെളിപ്പെട്ട അളവിലുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നാം വീണ്ടും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതിനായി കാത്തിരിക്കണം. കാരണം നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി
ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാകാനാ, ക്രിസ്തുവിന്റെ അതേ ഇമേജ് ഉള്ളവരാകാനാ, ക്രിസ്തുവിന്റെ ശുശ്രൂഷയും അതിൽ വലുതും ചെയ്യുമെന്ന ശിഷ്യന്മാരെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്നു. അപ്പോ നാം ഏൽപ്പിച്ചു കൊടുക്കണം ഏത്? ക്രിസ്തുവിൽ വെളിപ്പെട്ട അതേ അഭിഷേകം വെളിപ്പെടാൻ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇനിയും ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നപ്പോ തന്റെ മേല് അഭിഷേകം വെളിപ്പെട്ടു എന്ന് 4:18 പറയുകയാണ് അല്ലെ. താനിനി ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്, അത്യുന്നതിന്റെ ശക്തിയുടെയും കൂടി സമ്മിശ്രമായ പ്രവൃത്തിയാണ് അസാധാരണമായ കന്യകാജനനം സാധ്യമാക്കിയതെന്ന് നമുക്കറിയാം. വളർന്നു വന്നത് ആത്മാവിലാണെന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. അതിനപ്പുറം താൻ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ വന്നെന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 4-ാം അധ്യായത്തിലേക്ക് എത്തിയിട്ട് 4:18 മാത്രമാണ് പറയുന്നത് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു എന്നുള്ള പ്രവചനം എന്റെ മേൽ നിവർത്തിയായെന്ന്. 4:18 ആ പ്രവചനം താൻ വായിക്കുന്ന, ആ പ്രവചന ഭാഗം താൻ വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് 21 പറയുകയാണ്, ഇപ്പോൾ ഈ നസ്രത്തിലെ പള്ളിയിലായിരിക്കുന്ന നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഇത് നിവർത്തിയായിരിക്കുന്നു എന്ന്. അപ്പോ മാത്രമാണ് ഈ പ്രവചന ശബ്ദം നിവർത്തിയായെന്നുള്ളത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഈ അഭിഷേകത്തിന്റെ തലത്തിലേക്ക് താൻ എത്തിച്ചേരുവാനുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു. ഇന്ന് നാം എത്തി നിൽക്കുന്ന നിലകളൊക്കെ നമുക്ക് അഭിഷേകമുണ്ടെന്നും നമുക്ക് ദൈവശക്തി ഉണ്ടെന്നും നാം പറയുന്ന ഈ അവസ്ഥകളൊക്കെ നമ്മുടെ യഥാർത്ഥമായ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതികളിലേക്ക് എത്തുന്ന ചവിട്ടുപടികളിലേ എത്തിയിട്ടുള്ളൂ. പൂർണ്ണമായ അഭിഷേകത്തിന്റെ തലങ്ങൾ നമ്മൾ വെളിപ്പെട്ടിട്ടില്ല. നമുക്ക് പലർക്കും അറിയാമല്ലേ, പല ദൈവശബ്ദങ്ങൾ നമ്മുടെ കാതുകളിലുണ്ട്. നിന്നെ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും, ഈ ശുശ്രൂഷ നൽകി ഉപയോഗിക്കുമെന്ന്. നാം അതിലേക്കുള്ള യാത്രയിലാണ്, ചവിട്ടുപടികളിലാണ്. അപ്പോൾ തന്നെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെയും ദൈവശക്തിയുടെയും അനുഭവങ്ങൾ വെളിപ്പെടുമാറുമുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണതയിലേക്ക് വരണമെന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തിനാണ് യേശുവിന്റെ മേൽ ആ അഭിഷേകം ചൊരിയപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതിനെ 3ആയിട്ട് നമുക്ക് വിഭജിക്കുകയും ചെയ്യാം. ഒന്ന് പറയുന്നത് പ്രസംഗിക്കുവാൻ, സുവിശേഷം അറിയിപ്പാൻ അല്ലെ, പ്രസംഗിക്കുവാൻ. ഒന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് തന്നെ 3ആയിട്ട് ഞാൻ പറയാം. ഒന്ന് ബദ്ധന്മാരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. രണ്ടാമത് പറയുകയാണ് ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. രണ്ടാമതായിട്ട് 2-ാം ഭാഗത്തിൽ പറയുകയാണ് ബദ്ധന്മാർക്ക് വിടുതൽ പ്രസംഗിക്കുവാൻ. അതിന്റെ അടുത്ത ഭാഗം പറയുകയാണ് കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുവാൻ. ഒന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ, 2 വിടുതൽ പ്രസംഗിക്കുവാൻ, 3 രോഗസൗഖ്യം പ്രസംഗിക്കുവാൻ. എന്തിനു വേണ്ടിയാ കർത്താവിനെ അഭിഷേകം ചെയ്തത് ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തിയാലും? 1 സുവിശേഷം പ്രസംഗിക്കുവാൻ, 2 വിടുതൽ പ്രസംഗിക്കുവാൻ, 3 രോഗശാന്തി പ്രസംഗിക്കുവാൻ. ഇനി അടുത്ത തലം എന്താണെന്നുള്ളത് അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുക, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ. ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലൊക്കെ പീഡകൾ അനുഭവിക്കുന്നവരെ, അവർക്ക് അതിൽ നിന്ന് ഡെലിവറൻസ് ഉണ്ടെന്നോ ഹീലിംഗ് ഉണ്ടെന്നോ പറയാൻ മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുവാൻ, വചനം പറയുവാൻ, പ്രവർത്തിക്കുവാൻ, 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഭിഷേകം ചെയ്തത്. പ്രസംഗിച്ച് കേൾപ്പിക്കുവാൻ, എന്തൊക്കെ നിങ്ങളുടെ മേൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന്. രണ്ടാമത് പ്രസംഗിക്കുന്നതിനെ പ്രവർത്തിച്ച് കാണിക്കുവാൻ. പ്രസംഗത്തിനും പ്രവർത്തിക്കും വേണ്ടിയാണ് കർത്താവിനെ ദൈവം അഭിഷേകം ചെയ്തത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. ഇനി യേശുവിന്റെ ജീവിതത്തിൽ അത് നടന്നോ? നമുക്ക് വേഗത്തിൽ ഓടിച്ചു നോക്കിപ്പോകാം. 1:15 വാക്യം വായിക്കുമ്പോ അവൻ പള്ളിയിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പോ പ്രസംഗത്തിന്റെ ഒരു രൂപം അല്ലെ, അത് ഭംഗിയായി ചെയ്തു. ഉപദേശം നന്നായി ചെയ്യുവാൻ യേശുവിന് തന്റെ മേൽ വന്ന അഭിഷേകം കൊണ്ട് സാധിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്, 22-ാമത്തെ വാക്യം. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യൻ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോ വിഷണ്ണ മനസ്സിന് ആശ്വാസം പകരുന്ന ലാവണ്യ വാക്കുകൾ അല്ലെ, തേനിട്ട് വീഴുന്ന ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും വിടുതലിന്റെയും വാക്കുകൾ പറയുവാൻ. ലാവണ്യ വാക്കുകൾ, അത് മനസ്സിന് ആശ്വാസം പകരുന്ന, നിന്നെ വിടിവിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ടെന്നും നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവസ്നേഹത്തിനും ശക്തിക്കും കഴിയുമെന്നും പറഞ്ഞൊരു മനുഷ്യന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ യേശുവിന് നന്നായി കഴിഞ്ഞു. അത് കേട്ടിട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇനി 3-ാമത്തെ ഒരു തലം 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ, അവൻ വചനം അധികാരത്തോടെ പ്രസംഗിച്ചു.
ലാവണ്യ വാക്കുകൾ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശൂന്യതകളെ നോക്കി, അവന്റെ വ്യഥകളെ നോക്കി, അവരുടെ ആ അവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ച് അവനെ നമ്മളെ പോലെ കണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വേദനകളെ നീക്കിക്കളയുവാനുള്ള സംസാരമെങ്കിൽ, അവനെ ഉപദ്രവിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ, അത് ശരീരത്തിലാകാം മനസ്സിലാകാം, അതിനെ ഇല്ലാതെയാക്കുന്ന ദൈവത്തിന്റെ അധികാരത്തിന്റെ വചനം പറയുവാൻ യേശുവിന് കഴിഞ്ഞു. അതിലും ജനം വിസ്മയിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ 3 തരത്തിൽ പ്രസംഗിക്കുവാൻ കഴിഞ്ഞു. 1, ഉപദേശം നന്നായി പറഞ്ഞു. 2, വിടുതൽ അധികാരത്തോടെ നന്നായിട്ട് പറഞ്ഞു. 3, ലാവണ്യ വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ സ്വാധീനിക്കുവാൻ ദൈവത്തിന്റെ പുത്രന് കഴിഞ്ഞു, അഭിഷേകം ഉപയോഗിച്ചു എന്നുള്ള. ഇനി താൻ വചനം പറഞ്ഞത് ഈ 3 മേഖലകളിൽ നന്നായി ചെയ്തതുപോലെ താൻ അതിന്റെ പ്രവൃത്തി ചെയ്തുവെന്ന് 32 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന കാര്യമാ പറയുന്നത്. അവൻ വളരെ ശക്തിയോടും അധികാരത്തോടും കൂടെ കൽപ്പിച്ചു. 36-ാം വാക്യത്തിൽ പറയുക, കൽപ്പിച്ചു, അവർ പുറപ്പെട്ടു പോയി എന്ന് പറയുക. അപ്പൊ താൻ പ്രസംഗിച്ചു അധികാരത്തോടു കൂടെ ദൈവശക്തിക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. താൻ ചെയ്ത ആ പ്രസംഗം താൻ പ്രവർത്തിച്ചു കാണിക്കുക. എനിക്ക് പറയാൻ മാത്രമല്ല, ഞാൻ സംസാരിച്ച ദൈവവചനത്തിന് എന്നിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ കഴിയുന്നതാണെന്ന് തൻ്റെ മേൽ വന്ന അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് താൻ കാണിച്ചു കൊടുക്കുക ജനത്തിന് ചെയ്തത്. അവിടെ താൻ വാക്കാൽ ശാസിച്ച് ദുരാത്മ ശക്തികളെ പുറത്താക്കി എന്നാ പറയുന്നത്. അവിടെ ഭൂതോച്ചാടനമാണ് നടക്കുന്നത്. തൊട്ടടുത്ത പാരഗ്രാഫിൽ നടക്കുന്നത് ഒരു രോഗസൗഖ്യമാ. അവിടെയും ശാസിച്ച് പുറത്താക്കി. നമുക്കറിയാം പത്രോസിന്റെ അമ്മായിമ്മയുടെ പനി സൗഖ്യമാക്കിയ കാര്യം. അവിടെ ശാസിച്ച് സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മ മണ്ഡലങ്ങളെ തന്നെ, രോഗാത്മാവിനെ തന്നെയാ ശാസിച്ചെന്നറിയാം. അപ്പൊ വാക്കാൽ രോഗാത്മാവിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 40-41 വാക്യങ്ങളിൽ കൂടി പോകുമ്പോൾ 40-ാം വാക്യത്തിൽ കൂടി പോകുമ്പോൾ ഓരോരുത്തരുടെ മേലും കൈവച്ച് അവരെ സൗഖ്യമാക്കി. നിരവധി ദീനക്കാർ അവന്റെ അടുക്കൽ വന്നപ്പോൾ. അപ്പോ സ്പർശനത്താൽ തൊട്ട് സൗഖ്യമാക്കുക. യഥാർത്ഥ രോഗാവസ്ഥകളാത്. മറ്റത് നമ്മൾ പത്രോസിന്റെ അമ്മായിമ്മയുടേത് രോഗാത്മാവായിരുന്നു അല്ലെ. ഇവിടെ വാക്കാൽ ശാസിച്ച് സൗഖ്യമാക്കിയതിനപ്പുറം തൊട്ട് സൗഖ്യമാക്കുക. അപ്പൊ താൻ പ്രസംഗിച്ച രോഗശാന്തി താൻ ചെയ്ത് കാണിക്കുക. മുമ്പേ നമ്മൾ കണ്ടത് താൻ പ്രസംഗിച്ച വിടുതൽ താൻ ചെയ്ത് കാണിക്കുക. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് താൻ നല്ല ഉപദേശങ്ങൾ ജനത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ദൈവപുത്രൻ, നാം ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ദൈവപുത്രൻ തൻ്റെ മേൽ വീണ പരിശുദ്ധാത്മാവിന്റെയും തൻ്റെ മേൽ വീണ ദൈവശക്തിയുടെയും അഭിഷേകം ഉപയോഗിച്ചിട്ട് തന്നെ കുറിച്ച് ദൈവാത്മാവ് പ്രവചിച്ചു വെച്ചിരുന്ന മിനിസ്ട്രി എന്തായിരുന്നു, ആ പ്രസംഗത്തിന്റെയും ആ പ്രവൃത്തിയുടെയും മിനിസ്ട്രി, സുവിശേഷം അറിയിക്കുക, വിടുതൽ പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, അത് പ്രസംഗിക്കുക, അവയെല്ലാം ചെയ്ത് കാണിക്കുക എന്ന പ്രവൃത്തി ഭംഗിയായി ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രോഗികളെ സൗഖ്യമാക്കുന്നതിലും ഭൂതങ്ങളെ പുറത്താക്കുന്നതിലും എന്ത് ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നത് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്കറിയാം പരിശുദ്ധാത്മ ശക്തി എപ്പോഴും നമ്മൾ അത് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂതോച്ചാടനമല്ല ഭൂതങ്ങളെ പുറത്താക്കുന്ന ആ പ്രവൃത്തി ചെയ്യാൻ കഴിയും, ഈ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. പക്ഷെ ദൈവവചനം പറയുമ്പോൾ യേശുവിലൂടെ ആ പ്രവർത്തികൾ നടന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് നടന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന ഭാഗങ്ങൾ നോക്കി. അതേ 5-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിയാൽ നിങ്ങൾ, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തു വെച്ചിട്ടാണ് രോഗികളെ സൗഖ്യമാക്കിയത് യേശു ക്രിസ്തു? ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ച്. 6:19 നോക്കിയേ, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരും സൗഖ്യമാകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. അപ്പം ദൈവത്തിന്റെ ശക്തി തന്നിലേക്ക് അഭിഷേകമായി പകരപ്പെട്ടത് തന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ തന്നെ തൊട്ടവരെല്ലാം സൗഖ്യമായി. നമുക്ക് ഉദാഹരണം അറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമായതല്ലേ. അപ്പം ദൈവശക്തിയുടെ അഭിഷേക തലമാണ് സൗഖ്യത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒന്ന് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാഭിഷേകം അവിടെ ഉണ്ട്. അപ്പോ തന്നെ അത്യുന്നതന്റെ ശക്തിയുടെ ഒരു വികിരണവും കൂടി അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് നാം കാണുകയാണ്. അടുത്തത് 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് എന്ത് ശക്തി ഉപയോഗിച്ചാന്ന് ജനം പറയുക? ഭൂതങ്ങളുടെ തലവനായ ബെയിൽസെബൂലിനെ കൊണ്ടാണ്. അപ്പൊ യേശു പറയുക, അല്ല, 11:20 ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ട്. നമ്മൾ പലരും ചിലപ്പം രോഗികളെ സൗഖ്യമാക്കുന്നുണ്ടാകാം, ഭൂതങ്ങളെ സൗഖ്യമാക്കുന്നുണ്ടാകാം. പക്ഷെ
ഭൂതങ്ങളെ സൗഖ്യമാക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ഒക്കെ, ഭൂതബാധ ഉള്ളവരെ സൗഖ്യമാക്കുമ്പോൾ, രോഗബാധിതരെ സൗഖ്യമാക്കുമ്പോഴൊക്കെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രണ്ടാമത്തെ ഘടകം, അനിവാര്യമായ ഘടകമാ പറയുന്നത് ദൈവത്തിന്റെ ശക്തി എന്നുള്ളത്. ഇനി ദൈവശക്തിയും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന് നിന്നാൽ, ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, അടയാളങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ഈ രോഗശാന്തിക്കും ഭൂതശാന്തിക്കും അപ്പുറം മരിച്ചവരെ ഉയർപ്പിക്കുക, അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്തതുപോലെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായ സാഹചര്യത്തിനനുസരിച്ച് ഒരത്ഭുതം അവിടെ ചെയ്തെടുക്കുവാനൊക്കെ കഴിയണമെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി വേണമെന്നുള്ളതാണ് അറിയാൻ കഴിയും. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വീര്യപ്രവർത്തികളുടെ വരം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ഇടമുണ്ട്. അവിടെ പല ഇംഗ്ലീഷ് പരിഭാഷകളിലും എഴുതിയിരിക്കുന്നത് പവർ ടു ഡു മിറക്കിൾസ് എന്നാണ്. അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി, അതാണ് ഒരു വരം. അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുക എന്നുള്ളത്. അത് തന്നെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ പ്രസംഗിച്ച വചനത്തിന് അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ, വചനത്തിന് സാക്ഷ്യമായിട്ട്, അതായത് അറ്റസ്റ്റിംഗ് മിറക്കിൾസ്, ഇവർ പ്രസംഗിച്ചത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അടയാളങ്ങൾ ഉണ്ടാകുവാൻ ദൈവം അവർക്ക് വരം നൽകി. അപ്പം വരം നൽകപ്പെടുന്നത്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വരം നൽകപ്പെടുന്നത് ദൈവശക്തി വ്യാപരിക്കുമ്പോഴാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. ഇനി നമ്മെക്കുറിച്ച് ദൈവത്തിന് എന്താ ആഗ്രഹമെന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 9:1 നോക്കാം. ലൂക്കോസ് 9:1. യേശു ആദ്യം തെരഞ്ഞെടുക്കുന്ന ശിഷ്യര്, നമ്മൾ യേശു ക്രിസ്തു ശിഷ്യരാണ് ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും. ആദ്യം തെരഞ്ഞെടുത്തവരിലേക്ക് താൻ എന്ത് ദൗത്യമായി ഏൽപ്പിച്ചത്, അതിനുവേണ്ടി അവരെ എങ്ങനെയാ അതിലേക്ക് നയിച്ചതെന്ന് നോക്കി. അവിടെ പറയുകയാണ്, അവൻ 12 അടുക്ക വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകം വന്നു കഴിഞ്ഞപ്പോ താൻ പൂർണ്ണ മനുഷ്യത്വത്തിൽ ഇരിക്കെ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നോ ആ പ്രവർത്തികൾ ചെയ്യുവാൻ തൻ്റെ മേലുള്ള അഭിഷേകത്തിന്റെ ഒരു പകർച്ച താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് കൊടുക്കുക. അധികാരവും ശക്തിയും, തൻ്റെ മേലുള്ള ദൈവശക്തിയും ദൈവാധികാരവും യേശു പ്രാപിച്ചെടുത്തത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത് ഇമ്പാർട്ട് ചെയ്യുക തന്റെ 12 ശിഷ്യന്മാരിലേക്ക്. എന്തിനാ? അവിടെ ഉദ്ദേശം ഇതേ ഉള്ളൂ. നോക്കി, അടുത്ത ഉദ്ദേശം യേശുവിന്റെ മിനിസ്ട്രി തന്നെ ചെയ്യാൻ, പ്രസംഗിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും. ഇനി ഇത് 12 പേരെ തിരഞ്ഞെടുക്കുമ്പോഴാ അവരത് ചെയ്തോന്ന് അതിന്റെ 6-ാം വാക്യത്തിൽ നോക്കിയേ. അവർ പുറപ്പെട്ടെങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും സഞ്ചരിച്ചു. അവരോട് പറഞ്ഞു പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. അവർ ചെയ്തു. എപ്പോഴേ ചെയ്തു? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതിന് മുൻപേ ചെയ്തു. എന്തുപയോഗിച്ച് ചെയ്തു? അവരുടെ മേൽ യേശുവിലൂടെ പകരപ്പെട്ട ദൈവാധികാരവും ദൈവശക്തിയും ഉപയോഗിച്ച് ചെയ്തു. തൊട്ടടുത്ത അധ്യായങ്ങളിൽ ഞാൻ എല്ലാം വായിപ്പിക്കുന്നില്ല. 10-ാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിച്ച് ഒരു 17-ാം വാക്യം വരെ വരുമ്പോ ഈ അടുത്ത 70 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കണം. അവർക്കും ഈ ശക്തിയും അധികാരവും കൊടുക്കുന്നതിലൂടെ അവർ ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് വന്ന് യേശുവിനോട് പറയുക, ഞങ്ങൾ അത് ചെയ്തു. അപ്പൊ എന്താ യേശുവിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം, അല്ലെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഉദ്ദേശം? പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ആ സമയങ്ങളിൽ അതാണ് അവരോട് പറഞ്ഞത്. ഇനി താൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയമായപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14 ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ ചെയ്തത് ചെയ്യും, അതിലധികവും ചെയ്യുമെന്ന്. ക്രിസ്തു എന്തും കൂടിയൊക്കെ ചെയ്തിരുന്നു ലോകത്തിലായിരുന്നപ്പോ? അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. അത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരുന്നത് വരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏത് അത്ഭുതങ്ങൾ, അത്തരം അത്ഭുതങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ്, അസാധാരണ വീര്യപ്രവർത്തികളോ മരിച്ചവരെ ഉയർപ്പിക്കലോ ഒന്നും യേശുക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവശക്തി കൊണ്ടും ചെയ്തതുപോലെ ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പറയുക, അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുക അവരോട്, നിങ്ങൾ ഒന്നും കൂടി കാത്തിരിക്കണം. കാരണം ഞാൻ ചെയ്തതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവും ശക്തിയും ഒന്നും കൂടി വരാനുണ്ട്. പരിശുദ്ധാത്മാവ് അന്നുവരെ ഭൂമിയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ അതില്ല. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ശക്തിയുടെ ഒരു ഇമ്പാർട്ടേഷൻ കൂടി നിങ്ങളുടെ മേൽ വന്നാൽ, ഒരു പകർച്ച കൂടി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, അത് നിങ്ങളുടെ മേൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയോഗങ്ങൾ ചെയ്തെടുക്കുവാനുള്ള ഒരവസ്ഥയായി മാറുമെന്നുള്ളത്. അപ്പോ പരിശുദ്ധാത്മാവ്
ഞാൻ പറഞ്ഞു ദൈവശക്തിയും അധികാരവും ഉപയോഗിച്ച് ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രസംഗിച്ചു വന്നു. ഇനി പരിശുദ്ധാത്മാവിന് അവരിൽ എന്തു മാറ്റം വരുത്താൻ പറ്റിയേ? അപ്പോസ്തല പ്രവർത്തികൾ 1 പറയുന്നത് പോലെ അവർ കാത്തിരുന്നിട്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവും വന്നു, ആ സ്ഥലം കുലുങ്ങിയെന്ന് പറയുക. ആ സ്ഥലം കുലുങ്ങി എന്നുള്ള വാക്ക് എപ്പോഴും കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് വലിയ ദൈവ അത്യുന്നതന്റെ ശക്തി അവർ ഇരുന്നിരുന്ന സ്ഥലത്തെ ഹിറ്റ് ചെയ്തിട്ടാണ് ആ സ്ഥലം കുലുങ്ങിയത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരുടെ ഉള്ളിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളെ സംസാരിക്കവേ തന്നെ അവരുടെ മേൽ ഒരു വലിയ ദൈവശക്തിയുടെ ഇരുന്ന ഇടത്തെ കുലുക്കുന്ന ഒരു അനുഭവം, അതിന്റെ പ്രകമ്പനം അവരുടെ ആത്മാവിന് ലഭിച്ചു എന്നുള്ളത്. അപ്പോ ദൈവശക്തിയുടെയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവരുടെ മേൽ അവിടെ വെച്ച് വരികയാണ്. അതിന് പരിശുദ്ധാത്മാവിന് എന്തുകൊണ്ടാണ് അതും കൂടി വരണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ നിയോഗങ്ങൾ ചെയ്തെടുക്കുവാനുള്ള കുറവുകളെ നികത്താൻ കഴിയത്തുള്ളൂ. മനുഷിക കുറവുകളെ, മനുഷ്യന്റെ ബലഹീനതകളെ നികത്തി മികവുകളാക്കുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. ട്രാൻസ്ഫോമിംഗ് പവർ ആണത് പരിശുദ്ധാത്മാവ്. പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ നിയോഗങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വ്യക്തിയിലുള്ള മനുഷ്യത്വത്തിലുള്ള കുറവുകളെ, ബലഹീനതകളെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അധികമായി ചെയ്യിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവശക്തി കൊണ്ട് അവർ ചെയ്തിരുന്നതിൽ അധികം ശിഷ്യന്മാർ ചെയ്തു തുടങ്ങിയത് പരിശുദ്ധാത്മാവ് കൂടി തങ്ങളുടെ മേൽ വന്നപ്പോഴേ, ഇത് രണ്ടും കൂടി ചേർന്ന് നിന്നപ്പോഴാണ് അല്ലെ. പത്രോസ് നമുക്കറിയാം യേശുവിനെ തള്ളി പറഞ്ഞു, ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ടാകാം, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടാകാം, നന്നായിട്ട് സുവിശേഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു സമയം എത്തിയപ്പോ താൻ പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെട്ടയാളെ തിരികെ നിയോഗങ്ങളിലേക്ക് കയറ്റി വിടുമ്പോൾ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് ജീവിതത്തിന്റെ വ്യഥയുടെ ദിവസങ്ങളിൽ അല്ലെ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ തന്നെ തള്ളി പറയാതെ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ ശക്തനാക്കിയത് മാളികമുറിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതാ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് വ്യക്തികളുടെ ബലഹീനതകളെ തള്ളിപ്പറയുന്നത് മനസ്സിന്റെ ബലക്കുറവ് അല്ലെ പേടി, ഭയം വന്നിട്ടാ അതിനെ മാറ്റി ഭയമില്ലാത്ത ധൈര്യമുള്ളവനാക്കി മാറ്റിയെന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നേ. അവരുടെ ധൈര്യം കണ്ടിട്ട് ആൾക്കാർ ഭ്രമിച്ചു എന്നാ പറയുന്നത്. പത്രോസ് അങ്ങനെ പ്രസംഗിച്ചു എന്നൊന്നും പഴയ ചരിത്രത്തിൽ പറയുന്നില്ല, ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പുള്ള സമയങ്ങളിലൊന്നും. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോ എന്തൊരു പ്രസംഗങ്ങളാ പത്രോസ് ചെയ്യുന്നേ. ആ പരിവർത്തനം വന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവും ശക്തിയും അവരുടെ മേൽ വ്യാപരിച്ചപ്പോ പ്രസംഗിക്കുവാൻ ഭംഗിയായി ആകർഷിക്കത്തക്ക രീതിയിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ആകർഷിക്കത്തക്ക രീതിയിൽ പ്രസംഗിക്കുവാൻ കഴിഞ്ഞു. അത് മാത്രമേ പത്രോസിന് കഴിഞ്ഞുള്ളൂ, അല്ല കുറച്ചും കൂടി കഴിഞ്ഞു നമുക്കറിയാം അല്ലെ. യേശു ചെയ്തതിലും അധികമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആ പദം നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധാത്മാവും ശക്തിയും അവരുടെ മേൽ വന്നപ്പോ അധികം എന്താ അവർ ചെയ്തത് നമുക്കറിയാം. പത്രോസ് ചെയ്തത് എന്താ? ഒരു ശിഷ്യൻ എന്ന നിലയിൽ പത്രോസ് എന്തൊക്കെയാ ചെയ്തത് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. രോഗികളെ സൗഖ്യമാക്കി എന്നല്ലേ അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന രോഗസൗഖ്യം 5-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വാക്കുകൾ കൊണ്ടാ സൗഖ്യമാക്കുന്നത്, പറഞ്ഞ സൗഖ്യമാക്കിയതെങ്കിൽ 5ലേക്ക് എത്തുമ്പോൾ താൻ നിഴൽ തട്ടി സൗഖ്യമാക്കുന്ന ഒരു വ്യക്തിയെ തന്റെ നിഴൽ പതിക്കുമ്പോ സൗഖ്യമാക്കിയ. നാം യേശുവിന്റെ സമയത്ത് കേട്ട സൗഖ്യത്തിന്റെ തലങ്ങൾ: 1, യേശു തൊട്ടാൽ സൗഖ്യമാകും; 2, യേശു സംസാരിച്ചാൽ അല്ലെങ്കിൽ ശാസിച്ചാൽ രോഗാത്മാവ് പുറത്തുപോയി സൗഖ്യമാകും; അടുത്തത് യേശുവിനെ തൊട്ടാലും സൗഖ്യമാകും. അപ്പോ സ്പർശനത്താലും സംസാരത്താലും ഉള്ളതേ ഉള്ളായിരുന്നു അല്ലെ, വാക്കുകളാലും ഉള്ളതായ രോഗശാന്തിയെ വെളിപ്പെട്ടുകൊള്ളെങ്കിൽ പത്രോസിന്റെ മേൽ നിന്ന് ഒരു തലവും കൂടി വ്യത്യസ്തതയിൽ വെളിപ്പെടുക, നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുക. പത്രോസ് അതുവരെ ചെയ്യാതിരുന്ന തബീഥയെ ഉയർപ്പിക്കുന്ന ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ ചെയ്തത് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല പത്രോസ് ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് 5:16 പറയുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു എന്താണ് ശിഷ്യന്മാർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതൊക്കെ ചെയ്യുക. എന്താ? വീര്യപ്രവർത്തികൾ ചെയ്യുക, താൻ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. വീര്യപ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ 5:12 പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തികളിൽ ജനത്തിന്റെ ഇടയിൽ അവരാൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അപ്പൊ എല്ലാം എഴുതിയിട്ടില്ലെങ്കിലും അപ്പോസ്തലന്മാർ നിരവധി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. അവർ രോഗികളെ സൗഖ്യമാക്കി, അവർ ഭൂതങ്ങളെ പുറത്താക്കി, അവർ വളരെ നന്നായിട്ട് ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. എങ്ങനെ? അവരുടെ മേൽ ദൈവത്തിന്റെയും ദൈവശക്തിയുടെയും പരിശുദ്ധാത്മാവിന്റെയും അഭിഷേകം വെളിപ്പെട്ടപ്പോ. ഇനി മറ്റൊരാളെ നമുക്ക് കാണാം. മാളികമുറിയിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഏറ്റവും അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട രീതിയിൽ ദൈവവചനം എഴുതിയിരിക്കുന്ന പൗലോസ് എന്ന വ്യക്തി അല്ലെ. പൗലോസിന് മേൽ വെളിപ്പെട്ടിരുന്ന അഭിഷേകത്തിന്റെ തലം ഒന്ന് നോക്കിയേ. പൗലോസ് എന്തൊക്കെയാ ചെയ്തത് നമുക്കൊന്ന് ആദ്യം നോക്കാം. നമുക്കറിയാം രോഗികളെ സൗഖ്യമാക്കുന്ന 9:11 അപ്പോസ്തല പ്രവർത്തികളിൽ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്:
10:11 അപ്പോസ്തല പ്രവർത്തികളിൽ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 1 വീര്യപ്രവർത്തികൾ ചെയ്തു. അത് അസാധാരണ വീര്യപ്രവർത്തികൾ എന്നാ എഴുതിയിരിക്കുന്നത്. 2 ദുരാത്മാക്കളെ പുറത്താക്കി എന്നെഴുതിയിരിക്കുന്നു. 3 രോഗികളുടെ മേൽ നിന്ന് റൂമാലും ഉത്തരീയവും പൗലോസിന്റെ ഇടുമ്പോൾ തന്നെ രോഗസൗഖ്യം വന്നെന്ന്. അപ്പോ രോഗസൗഖ്യത്തിന്റെ മറ്റൊരു തലം വെളിപ്പെടുത്തിയ പൗലോസ് അല്ലെ. തൊട്ടാലല്ല, നിഴൽ വീണാലല്ല, ആ വ്യക്തിയെ തൊട്ടാലല്ല, ആ വ്യക്തി തൊട്ടാലല്ല, വാക്കുകളാലല്ല, നിഴൽ വീണാലുമല്ല, ഇതുവരെ വെളിപ്പെടാത്ത രീതിയിലുള്ള ഒരു സൗഖ്യത്തിന്റെ തലം പൗലോസിലൂടെ വെളിപ്പെടുക. അപ്പോ തന്നെ വീര്യപ്രവർത്തികൾ ധാരാളം മറ്റുള്ളവ ചെയ്തിട്ടുണ്ടെന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. അസാധാരണ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു എന്ന് പറയുക, ദുരാത്മാക്കൾ പുറപ്പെട്ടു എന്ന് പറയാം. ഇനി ഇത്രേ മാത്രമേ ഉള്ളൂ? അല്ല. രോഗികളെ സൗഖ്യമാക്കാൻ മാത്രമല്ല, ദൈവഹിതത്തിന് അനുസൃതമല്ലാതെ ചലിക്കുന്നവരെ രോഗികളാക്കുവാനും പൗലോസിന് കഴിഞ്ഞു. നമുക്കതിന്റെ 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. താന് ഒരു വ്യക്തി, ദേശാധിപതി, ദൈവവചനം സ്വീകരിക്കുന്നതിനെ തടഞ്ഞ എലീമാസ് എന്ന് പറയുന്ന വ്യക്തിയെ, നീ ഒരു സമയത്തേക്ക് കുരുടനായിരിക്കുക എന്നൊറ്റ വാക്ക് പറയുമ്പോൾ ആ വ്യക്തി കുരുടനായി പോകുന്നതായി കാണുക. അപ്പൊ രോഗസൗഖ്യം വരുത്താൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പ്രചരണത്തെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികൾ നിയന്ത്രിക്കുന്ന വ്യക്തികളെ രോഗികളാക്കുവാനും പൗലോസിന് കഴിഞ്ഞു. ഇനി പത്രോസിനെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ നോക്കിയേ. പത്രോസ് തബീഥയെ ഉയർപ്പിച്ചു. ഓക്കെ, യേശു ഉയർപ്പിച്ചിട്ടുണ്ട്, പൗലോസ് ഉയർപ്പിച്ചിട്ടുണ്ട്, പത്രോസ് ഉയർപ്പിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് പത്രോസും ചെയ്തിട്ടുണ്ട്. ഇവിടെ പൗലോസ് രോഗസൗഖ്യം വരുത്തുകയും എന്നാൽ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെ രോഗിയാക്കുകയും ചെയ്യുന്നത് പോലെ പത്രോസ് അനിവാര്യമായ ഒരു അവസ്ഥയിൽ ദൈവത്തിന്റെ ഹിതമുള്ള ഒരു വ്യക്തിയെ ഉയർപ്പിച്ചപ്പോ തന്നെ അനന്യാസും സഫീർ എന്ന് പറയുന്ന 2 വ്യക്തികൾ, അവർ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചപ്പോൾ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിന്റെ ശക്തിയാൽ അവരുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആ പ്രാണനെ വേർപിടിപ്പിച്ച ചരിത്രം നമുക്കറിയാം അല്ലേ. അപ്പൊ ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ജീവിതം അവസാനിപ്പിച്ചു കളയാൻ, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ ഒത്തത് എന്തിന്? ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ പ്രാണനെ വിട്ടു. തന്റെ വാക്കിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രാണനെ വേർപെടുത്താൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് പത്രോസ്. പൗലോസ് ഞാൻ പറഞ്ഞു തിരിച്ച് രോഗികളെ സൗഖ്യമാക്കാനും രോഗിയാക്കുവാനും കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. ഇനി എങ്ങനെയാണ് താൻ ഇതൊക്കെ ചെയ്തെന്ന പൗലോസ് പറയുന്നത്? പൗലോസ് റോമാലേഖനത്തെ എഴുതുമ്പോൾ റോമാക്കാരോട് പറയുക 15:18 ഞാൻ ക്രിസ്തു മുഖാന്തരം ജാതികളുടെ അനുസരണത്തിന് വചനത്താലും പ്രവൃത്തിയാലും പ്രവർത്തിച്ചു. ക്രിസ്തു ഞാൻ മുഖാന്തരം, ഞാൻ വായിച്ചതിൽ തെറ്റുണ്ട്, അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം തെറ്റായിട്ട് തോന്നും. അപ്പം ദൈവം എന്നിലൂടെ വചനത്തിന്റെയും പ്രവൃത്തിയും, വചനം മാത്രമല്ല പ്രവൃത്തിയും ചെയ്തു. എന്തിനാ? ജാതികളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ. ഞാൻ പറഞ്ഞു വചനവും പ്രവൃത്തിയും, നാം പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കാനാ നമ്മളെ വിളിച്ചതെന്ന്. അപ്പൊ പൗലോസ് പറയുക ഞാൻ വചനവും പറഞ്ഞു, അത് പ്രവർത്തിച്ചും കാണിച്ചു. എങ്ങനെയാന്ന് അതിന്റെ 2-ാം ഭാഗം പറയുക. റോമൻസ് 15:18 2-ാം ഭാഗം. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും അത്രേ ഞാൻ പ്രവർത്തിച്ചത്. എന്തുകൊണ്ടാ? അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ശക്തി. അതെന്ത് ശക്തിയാണോ നമ്മളിപ്പോ ചിന്തിച്ചേ? ദൈവത്തിന്റെ ശക്തി. അപ്പൊ പൗലോസ് പറയുക ഞാൻ എങ്ങനെയാ എന്റെ മിനിസ്ട്രി ചെയ്തെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടുമാ. ഇനി കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 2:5 ഇത് ആവർത്തിക്കുക. കൊരിന്ത്യരോട് ചെന്ന് താൻ പറയുകയാണ്, ഞാൻ 120 പേരുടെ കൂടെ മാളിക മുറിയിൽ ഇരുന്ന ആളല്ല, പക്ഷെ എന്നെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിച്ചപ്പോ എന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ എഴുതുക, എന്റെ പ്രസംഗം ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. ഞാൻ പ്രസംഗിച്ചപ്പോഴെല്ലാം വചനം മാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ ശക്തിയും കൂടി വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും കൂടി വ്യാപരിച്ചിട്ടാണ് എന്റെ പ്രസംഗങ്ങളിലൂടെ ജനം വിടുവിക്കപ്പെട്ടത്. താൻ ഇത് തന്നെ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ മറ്റൊരു വിധത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. പൗലോസ് പറയുക, ഞാൻ വെറുതെ വചനം പറഞ്ഞേച്ച് പോവുകയല്ലായിരുന്നു, ആ വചനം വന്ന കൂടെ തന്നെ ദൈവശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വന്നതുകൊണ്ട് അത് പ്രവൃത്തി ചെയ്തിട്ടാ വന്നത്.
അപ്പൊ 3 ആൾക്കാരോട്, റോമാക്കാരോട്, കൊരിന്ത്യരോട്, തെസലോനിക്കരോടൊക്കെ സംസാരിക്കുമ്പം ആവർത്തിച്ച് പരിശുദ്ധാത്മ പ്രേരണയിൽ പൗലോസ് പറയുക തന്റെ ലേഖനങ്ങളിൽ, എന്റെ മിനിസ്ട്രി ഞാൻ ചെയ്തത് എന്റെ മേലുള്ള അഭിഷേകം ഉപയോഗിച്ചാണ്. ആ അഭിഷേകം ഏതാന്ന് വെച്ചാല് പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകമാണ്. നമ്മളെല്ലാം ദൈവത്തിന് അഭിഷേകം ചോദിക്കുന്നവരല്ലേ. നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെ, കർത്താവെ എന്റെ പ്രവചനാത്മാവിനെ നിറയ്ക്കണം എന്ന് പറയും ചിലപ്പോ, അല്ലെ? ചിലപ്പം പറയും കർത്താവെ എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം തരണം. ചിലപ്പം നമ്മൾ പറയും കർത്താവെ എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം. നമ്മളിങ്ങനെ ഓരോന്ന് ചോദിക്കണം. ഞാനും അങ്ങനെ ചോദിക്കുന്ന ആളായിരുന്നു. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്, കർത്താവ് എലീശയുടെ മേൽ പകർന്നതുപോലെ ഒരു ഇരട്ടി പങ്കിന്റെ അഭിഷേകം എന്റെ മേൽ തരും. ഞാൻ അങ്ങനെ ചോദിച്ച കാലഘട്ടങ്ങളുണ്ട്. ഈ 1 മാസത്തിന് മുമ്പ് ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനയെ മാറ്റിയത്. ഞാൻ ഉപവാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന ദിവസങ്ങളിൽ ദൈവം എന്റെ പ്രാർത്ഥനയെ മാറ്റി. ഈ 4-ാം അധ്യായം ലൂക്കോസ് ആവർത്തിച്ച് ആ ഒരു 40 ദിവസങ്ങൾ ധ്യാനിക്കുവാൻ ദൈവാത്മാവ് പറഞ്ഞപ്പോ എന്നോട് സംസാരിച്ചതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥനകൾക്ക് ഒരു വ്യത്യാസം വരണം. ദൈവപുത്രന്റെ മേൽ പകർപ്പെട്ട അഭിഷേകത്തിന്റെ തലം, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകത്തിന്റെ തലം നമ്മളുടെ മേൽ വന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സകല നിയോഗങ്ങളും ഭംഗിയായി ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമല്ല, നമുക്ക് ആഗ്രഹമുള്ള സകല കാര്യങ്ങളും ചെയ്യാം. ഇവിടെ നമുക്ക് ആഗ്രഹമുള്ളത് മാത്രം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്നതാവണം. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വചനം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെ, എന്നോടും കൂടിയുള്ള ചോദ്യം എന്നോട് ദൈവാത്മാവ് പേഴ്സണലി സംസാരിച്ചതാ. അപ്പൊ ഞാനത് കുറവുള്ളവളായതുകൊണ്ട് എന്നോട് സംസാരിച്ച് നിങ്ങളോട് ചോദിക്കുക, എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിച്ച മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുകൾ ഉണ്ടല്ലേ. മൊബൈലുകളിൽ നിരവധി ആപ്ലിക്കേഷൻ ഉണ്ട്. വാട്സാപ്പ് എടുത്തോ, നമ്മളെല്ലാം ഉപയോഗിക്കുന്നതല്ലേ. നമ്മൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്ര പെട്ടെന്ന് അതിന്റെ സാധ്യതകളെല്ലാം മനസ്സിലാക്കി. ഇത് മെസ്സേജ് അയക്കാം, മെസ്സേജ് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, നമുക്ക് വളരെ സന്തോഷം. ഫോട്ടോ എടുത്തയക്കാം, വളരെ സന്തോഷം. വീഡിയോ എടുത്തയക്കാം, നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ടൊന്നും അറിയത്തില്ലെന്ന് പറയാൻ നമുക്ക് ഇഷ്ടമാണോ ആരോടെങ്കിലും? ഇല്ല. അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് പഠിക്കും, അല്ലെ? കോൾ ചെയ്യാൻ പറ്റും, കോള്. ഇതെല്ലാം ഓപ്ഷൻസും നമ്മൾ പഠിച്ചു. ഇനി അറിയത്തില്ലെങ്കിൽ നമ്മൾ പറയും ആരോടെങ്കിലും, എനിക്ക് ഇനി അന്ന് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ തുറന്നൊന്നും പറയത്തില്ല. എങ്ങനെയും കൊച്ചുമക്കളെ കൊണ്ടോ മക്കളെ കൊണ്ടോ ഇത് പഠിച്ചെടുക്കാൻ നോക്കും. അത് നമുക്കിഷ്ടം. ലോക കാര്യത്തിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെ? ദൈവാത്മാവ് എന്നോട് ചോദിച്ചതാ, ദൈവശക്തിയും പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരാൻ എനിക്ക് താല്പര്യം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരളവ് വരെ ഉണ്ട്. പക്ഷെ അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ ഇത്രത്തോളം താല്പര്യമുണ്ടോ? അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ, ദൈവശക്തിയെയും പരിശുദ്ധാത്മാവിനെയും ഉപയോഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, അസാധാരണ വീര്യപ്രവർത്തികൾ ഏത് രീതിയിലും ചെയ്തെടുക്കുവാനൊക്കെ നമുക്കൊരാഗ്രഹമുണ്ടോ? അത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാട്സാപ്പ് ഉപയോഗിക്കാൻ എനിക്ക് ശരിക്കും അറിയത്തില്ലെന്ന് പറയുന്ന അത്രയും നാണക്കേട് തോന്നാറുണ്ടോ? ഇല്ല. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്തരം കാര്യങ്ങൾക്കാ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ലോകത്തിന്റെ ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള വ്യഗ്രത പോലും നമ്മിൽ സൗജന്യമായി പകരാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവശക്തിയും പരിശുദ്ധാത്മാവിനെയും പകരപ്പെട്ടിട്ട് ഉപയോഗപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഞാൻ വായിച്ചു കേട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. വായിച്ചറിഞ്ഞൊരു അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ പലരും പ്രസംഗിച്ചും കേട്ടിട്ടുണ്ട്. മോറിസ് സെറുള്ളോ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളെല്ലാവരും അപ്പം ഞാൻ ഇത് വചനം സംസാരിക്കുമ്പം ഇതിനു മുമ്പും ദൈവം എന്നോട് ഇത് വ്യക്തമായിട്ട് ഇടപെടുന്നതിന് മുമ്പും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന് ശരിക്കും അറിയാം. നമ്മൾ പറയുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്, എന്റെ കൂടെ ആത്മാവുണ്ട്, ശക്തിയുണ്ടെന്ന്. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഉപയോഗപ്പെടുത്തുന്നവരാ. നമ്മളെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. എന്താ? ഇപ്പൊ ഒരു വചനം പറയണം, നമ്മൾ പ്രാർത്ഥിച്ചു, വചനം ധ്യാനിച്ചു, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു വചനം ധ്യാനിച്ചു, ആത്മാവിൽ നിന്ന് വചന വെളിപ്പാട് ശേഖരിച്ചു, കൊടുത്തു. നമുക്ക് ഉപയോഗപ്പെടാൻ ആഗ്രഹമുള്ള രീതിയിൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക നാം ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുള്ള രീതിയിൽ നാം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം പരിശുദ്ധാത്മാവിനെ ഇന്നുവരെ, അല്ലെ ദൈവശക്തി ഇന്നുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. അദ്ദേഹം പറഞ്ഞ്, നമ്മളെല്ലാം മൈക്രോഫോൺ ഉപയോഗിക്കും, അതിൽ പാടും, അത് വെച്ച് പ്രസംഗിക്കും, മിക്സി ഉപയോഗിക്കും, ഫാൻ ഉപയോഗിക്കും. നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊണ്ട് ഇതെല്ലാം പ്രവർത്തിക്കുമെന്നും ഇതിനെയെല്ലാം നാം പ്രവർത്തിപ്പിക്കും. എത്ര ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കണമെന്നും നമുക്കറിയാം. പക്ഷെ എപ്പോഴെങ്കിലും നാം ഇലക്ട്രിസിറ്റി എന്താന്ന് അതേ അളവിൽ അതിന്റെ അർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനെ ഉപയോഗപ്പെടുത്തിയുള്ള അറിവേ നമുക്കുള്ളൂ. പക്ഷെ ലൈൻ കമ്പിയെ തൊട്ടിട്ടുള്ള അല്ലെങ്കിൽ ഷോക്ക് അടിച്ചവന് മാത്രമേ
എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് ശരിക്കറിയാം. നാമും പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലും ദൈവശക്തിയുടെ കാര്യത്തിലും ഇപ്പോഴും ഇങ്ങനെയാണ്. നാം പരിശുദ്ധാത്മാവിനെ അറിയാമെന്നും ദൈവശക്തി ഉണ്ടെന്നും എന്നിൽ അഭിഷേകം ഉണ്ടെന്നും പറയുമ്പോൾ നാം ഇതിനെയൊക്കെ ഒരു പരിധി വരെ ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ അറിയേണ്ട അളവിൽ ഇന്നുവരെ അവയെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടോ ഉപയോഗപ്പെടുത്തിയിട്ടോ ഇല്ലെന്ന് ഇന്ന് ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാം, നമ്മുടെ പ്രാർത്ഥനകളിലെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, കർത്താവെ, അങ്ങയുടെ പുത്രനെ അങ്ങ് അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവിനും ശക്തിയാലും എന്നെ അഭിഷേകം ചെയ്യണം. അങ്ങയുടെ പുത്രനെ കൊണ്ട് ചെയ്യിച്ച നല്ല പ്രസംഗത്തിന്റെയും അല്ലെങ്കിൽ വചനത്തിന്റെയും പ്രവൃത്തിയുടെയും ശുശ്രൂഷ, കേൾക്കാനും കാണാനുമുള്ള ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അത് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം ലോകത്തിന് തെളിയത്തക്കവണ്ണം ദൈവം നമ്മെ സാക്ഷ്യപ്പെടുത്തണം. നമ്മുടെ അഭിഷേകത്തെ സാക്ഷ്യപ്പെടുത്തണം. യേശു ക്രിസ്തുവിനെയും ദൈവം അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോ ആ അഭിഷേകത്തെ സാക്ഷ്യപ്പെടുത്തി. അത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:22 അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ആണ് പറയുന്നത് യേശുവിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന്. അതേ പത്രോസ് ഇവിടെ പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ അറിയും പോലെ ദൈവം യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ യേശു. അതങ്ങനെ നീട്ടി നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. ഇത്രയേ ഉള്ളൂ, ദൈവം നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്ന മറ്റു പരിഭാഷകളിൽ, ഇംഗ്ലീഷ് പരിഭാഷകളിൽ കൂടുതൽ ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ ഇതെന്റെ അഭിഷക്തനാണെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ യേശു മറ്റുള്ളവരുടെ മുന്നിൽ. എങ്ങനെയാ സാക്ഷ്യപ്പെടുത്തിയേ? അവൻ ചെയ്ത അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. നമ്മെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടായിരിക്കാം, ദൈവം നമ്മെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മെ അംഗീകരിക്കാത്തവർ നമുക്ക് ചുറ്റുമുണ്ടാവാം, അല്ലെ? പക്ഷെ അതെങ്ങനെയാണ് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ ഇപ്പൊ ഉള്ള അളവിലെങ്കിലും മറ്റുള്ളവർ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്ന് അഭിഷേകത്തിന്റെ ശക്തി പുറത്തു വന്നിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. അങ്ങനെ ദൈവം നമ്മളെ സാക്ഷ്യപ്പെടുത്തണം. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവെ, അടയാളങ്ങളും അത്ഭുതങ്ങളാലും എന്നെ സാക്ഷ്യപ്പെടുത്തണം. ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അറ്റസ്റ്റഡ് ബൈ ഗോഡ് വിത്ത് മിറക്കിൾസ് എന്നാണ്. ദൈവത്തിന്റെ ഒരു സർട്ടിഫിക്കേഷൻ, ഒരു അറ്റസ്റ്റേഷൻ എന്നിൽ വരണം. എന്താ? ഞാൻ ദൈവത്തിന്റെ അഭിഷക്തനാണെന്ന്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത്. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അതായിരിക്കണം. കർത്താവെ, എന്നെ ഒന്ന് അറ്റസ്റ്റ് ചെയ്യണം. എങ്ങനെയാ? അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യത്തക്കവണ്ണം എന്നെ ഒന്ന് അറ്റസ്റ്റ് ചെയ്യണം. അതിനും അറ്റസ്റ്റ് ചെയ്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യണമെങ്കിൽ നാം എന്തായിരിക്കണം? നാം അഭിഷക്തരായിരിക്കണം. എന്തുകൊണ്ട് അഭിഷക്തരായിരിക്കണം? പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവശക്തി കൊണ്ടും അഭിഷക്തരായിരിക്കണം. ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സകല നിയോഗങ്ങളും ഭംഗിയായി ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവാം ദൈവം അല്ലെങ്കിൽ ത്രിയേക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ളതും ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹങ്ങളും സാധിക്കാൻ ഒറ്റ മാർഗം ഈ പരിശുദ്ധാത്മാവിന്റെയും ദൈവശക്തിയുടെയും തികഞ്ഞ അഭിഷേകം നമ്മളുടെ മേൽ പകരപ്പെടുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യത്വത്തിലായിരുന്നപ്പോൾ തന്റെ നിയോഗങ്ങളെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ അഭിഷേകം ചെയ്തതുപോലെ ആ ഭംഗിയായ ആ അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് ദൈവപുത്രൻ തന്റെ എല്ലാ നിയോഗങ്ങളും ഭംഗിയായി പൂർത്തീകരിച്ച പോലെ, കർത്താവെ, ഈ ജന്മത്തിൽ എന്നെ അങ്ങ് അഭിഷേകം ചെയ്യണം. ആ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്റെ ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ ദൈവിക നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, ആ നിയോഗങ്ങളെ പരിപൂർണതയിൽ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ഇനി പ്രാർത്ഥനകളിലായിരിക്കണം. മേക്ക് മീ എ വുമൺ അല്ലെങ്കിൽ ഒരു മാൻ അറ്റസ്റ്റഡ് ബൈ ഗോഡ് വിത്ത് മിറക്കിൾസ് എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞാൻ പറയുന്ന വചനം അങ്ങ് സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എന്നിലൂടെ പരിശുദ്ധാത്മാവും ദൈവശക്തിയും പ്രവർത്തിക്കണമെന്ന് ഒരു പാട്ടിന്റെ ഒരു ചരണം പാടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കേണ്ട സമയം തീരുകയാണല്ലോ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ തന്നെ എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ ഭാഗമാണത്. നിങ്ങളോട് പറഞ്ഞ ഒരു വേദഭാഗം അതിൽ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പാടാറുള്ള ഒരു ഭാഗവുമായിരുന്നു. അത് ഞാൻ ഒരു 2 ചരണം പാടട്ടെ. എന്നോ വരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാൽമം പകരുവോളം, എന്നോ വരെ കാണും ശൂന്യാവസ്ഥ,
ഉയരത്തിൽ നിന്നാൽമം പകരുവോളം അന്നോവനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും. അന്നോവനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പാർത്തിച്ചുണർന്നിങ്ങു കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പാർത്തിച്ചുണർന്നിങ്ങു കാത്തിരിപ്പൂ. അത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തി അയക്കണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തി അയക്കണമേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിന്റെ മഹാദൈവമേ, ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കണം കർത്താവേ. അങ്ങയുടെ പുത്രന്റെ മേൽ അങ്ങ് മനുഷ്യത്വത്തിൽ പകർന്ന അതേ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ പകരുവാൻ അങ്ങ് കരുണ കാണിക്കണം. പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകത്തിന്റെ നിറകുടങ്ങളായി ഞങ്ങളെ മാറ്റണം. ആ അഭിഷേകത്തിന്റെ ബലത്തിൽ നിന്ന് ഭംഗിയായി വചനം പ്രസംഗിക്കുവാൻ, സുവിശേഷം പറയുവാൻ, വിടുതൽ പ്രസംഗിക്കുവാൻ, രോഗശാന്തി പ്രസംഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനപ്പുറം ഞങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സഹായമായി അങ്ങയുടെ ശക്തിയും പരിശുദ്ധാത്മാവും വെളിപ്പെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ. ആ അഭിഷേകത്തിന്റെ പകർച്ചയ്ക്കായി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരിക. ഞങ്ങൾ കേട്ട ഈ വചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കണം. അത് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് ഈ വചനങ്ങളെ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, ആ ആത്മശക്തി പ്രാപിച്ചെടുക്കുന്നത് പോലെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ആ ഒരു പൂർണ്ണത അനുഭവിക്കുന്നത് വരെ ഈ സന്ദേശം ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ അങ്ങ് നിറച്ചുകൊണ്ടിരിക്കണം. ശത്രു ഇതിനെ അപഹരിക്കുവാൻ ഇടയാക്കൽ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവശക്തിയുടെ ഒരു വലിയ പ്രകടനവും ഞങ്ങൾ വെളിപ്പെടണം കർത്താവെ. അങ്ങനെ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി, അടയാളങ്ങൾ ചെയ്യുന്നവരായി, ദൈവവചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷ്യപ്പെടുത്തുന്നവരായി തീരുവാൻ ഇടയാക്കണം. അത് കർത്താവെ ഞങ്ങളുടെ പ്രതിയോഗികളുടെ വായെ അടയ്ക്കുമല്ലോ. സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെ മിണ്ടാതാക്കാൻ സഹായിക്കുമല്ലോ കർത്താവെ. ദൈവ ദിവസങ്ങളിൽ അത് ഞങ്ങളിലൂടെ ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷ്യപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയ്ക്കുന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ സ്തോത്രം പറയുന്നു. അതിനായി ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവെ. വചനം സംസാരിക്കാൻ അടിയനെ ബലപ്പെടുത്തിക്കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഇത്രത്തോളം കർത്താവെ ക്ഷമയോടെ കേട്ടിരിക്കുവാൻ നിന്റെ ജനത്തെ സഹായിച്ചുള്ളതോ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഗ്രഹമായി തീരട്ടെ. ദൈവം ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചതിനെ കർത്താവെ 30, 60, 100 മേനിയെ വിളയിക്കുന്ന നല്ല നിലങ്ങളായി ഞങ്ങളായി തീരുവാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ തിരുപാദത്തിൽ സമർപ്പിക്കുന്നു. സകലം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ് മോളെ, ഇനി എന്തേലും പറയാനുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. വളരെ ഹല്ലേലൂയ, നമ്മെ ചിന്തിപ്പിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നല്ലോ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂത് കർത്താവ് നമുക്ക് ജീവിതത്തിൽ തന്നല്ലോ. എന്തിനു വേണ്ടി നമ്മുടെ കർത്താവ് വിളിച്ചെന്നും
കർത്താവിന്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ പ്രകാരം നമുക്ക് നിറവേറ്റുവാൻ കഴിയും എന്നുള്ള ഹല്ലേലൂയ ആ തലങ്ങൾ ചിന്തിപ്പാൻ തക്കോണിടയായി തീർന്നുള്ള പ്രത്യേകം തന്റെ അഭിഷക്ത ദാസിക്ക് ദൈവം കൊടുത്ത മെസ്സേജ് നമുക്ക് കൈമാറുവാൻ ഇടയായി തീർന്നത് ദൈവഹിത പ്രകാരം ആയിരുന്നല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായിട്ട് സ്തോത്രം. അത് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവിനെ പിതാവാൻ ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു, എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തു, അത് താൻ അപ്പോസ്തലന്മാർക്ക് എങ്ങനെ പകർന്നു കൊടുത്തു, അവരെ പഠിപ്പിച്ചെടുത്തു. അതുപോലെ അപ്പോസ്തലന്മാരത് ഹല്ലേലൂയ അവരോട് പറഞ്ഞ വചനങ്ങൾ അസാധാരണമായ നിലകളിൽ കർത്താവ് ചെയ്യുന്ന ഞാൻ ഉയർത്തപ്പെട്ടാൽ എന്നിൽ വിശ്വസിക്കും, ഞാൻ പോയാൽ അതിൽ ഉപരിയായി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ ആ വചനം അതുപോലെ നിവർത്തിക്കപ്പെടുവാൻ പത്രോസിന്റെ അപ്പോസ്തലന്റെ ജീവിതത്തിൽ, പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ഒക്കെ ദൈവം അസാധാരണമായ സംഗതികളെ അല്ലെങ്കിൽ ചെയ്തെടുത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ ശാന്തമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ വചനം തന്റെ ദാസിയിൽ കൂടെ കേൾപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആ ശക്തി നമ്മുടെ മേൽ പകർന്നിട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ള ഹാലിലെ കാര്യം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ ദൈവം നമ്മെ അല്പകാലം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ജീവിപ്പാൻ തക്കൊണ്ടാവുന്നു എന്നുള്ള ഹാലിലി വളരെ ശക്തമായ വചനം കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനാൽ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കത് പ്രയോജനമായി തീരട്ടെ. ഈ വരും ദിവസങ്ങളില് സുവിശേഷത്തിന്റെ സാക്ഷികളായി ദൈവം നമ്മെ അയക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ഇരിപ്പാനും ആ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവശക്തിയും ഒന്നിച്ചു ചേർന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടുവാൻ അത് അനേകർക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ മാറട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, ക്ഷീണങ്ങൾ മാറട്ടെ. അവർ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ ഹിതം പൂർണ്ണമായ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ ഇടയായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അത് ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പ്രാപിച്ച് പകർന്നു തന്ന കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കും. തുടർന്നും അനേക ഇടങ്ങളിൽ കർത്താവിന്റെ ശക്തമായി എടുത്ത് ഉപയോഗിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം നമുക്കും ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവെ, എന്നെയും അഭിഷേകം ചെയ്ത് ഒരു പുത്തൻ അഭിഷേകം മുഴുവനും ഹല്ലേലൂയ പാട്ടുകളും വചനങ്ങളെല്ലാം പരിശുദ്ധ വാസ്തവമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വാസ്തവമായി അഭിഷേക ശക്തിയാൽ നിറച്ച് നമ്മെ എടുത്ത് ഉപയോഗിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് പ്രിയ ലിസിക്കുട്ടി സിസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എന്ത് ചെയ്യുമല്ലോ. സ്തോത്രം. ലിസി. ആമേൻ. പ്രൈസ് ദി ലോർഡ്.